ആയില്യ നക്ഷത്രം അയൽദോഷമാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനൊന്നുമല്ല. പല ആൾക്കാരും മുള നട്ട് വെച്ചാൽ മതിയോ, അതോ ഇനി നായങ്കട നട്ട് വെക്കണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പല മരങ്ങളുടെയും ചെടികളുടെയൊക്കെ പേര് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. പക്ഷെ നിങ്ങളിതൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ അടുത്തുള്ളവരുമായിട്ട് നിങ്ങൾ സൗഹൃദത്തിൽ പെരുമാറിയാൽ മതി. ആയില്യ നക്ഷത്രമാണെന്ന് വെച്ചിട്ട് അവർ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യത്തില്ല. ആരെയും ഉപദ്രവിക്കാൻ പോകാതിരിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആർക്കും ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ അയൽക്കാരുടെ അടുത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിരിക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ആയില്യ നക്ഷത്രക്കാർക്ക് പൊതുവെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഭാഗ്യം ദൈവം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. ദൈവം അനുഗ്രഹിച്ച വ്യക്തികളാണ് ആയില്യ നക്ഷത്രക്കാർ. അപ്പോൾ അവർക്കെതിരെ നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ദോഷം കൂടുതലായിട്ട് വരുന്നത്. അത് പ്രപഞ്ചം തന്നെ റിയാക്ട് ചെയ്യും. ഒരാളൊരു നക്ഷത്രത്തിൽ ജനിച്ചു പോയി എന്നും പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ദോഷം വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മുൻവശത്തൊക്കെ മുള നട്ട് വളർത്തുക, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ആയില്യ നക്ഷത്രത്തിനില്ല. അതൊക്കെ നമ്മുടെ വെറും ഒരു അന്ധവിശ്വാസം മാത്രമാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല.